എടുത്തു നോക്കൂ നിങ്ങൾ. ഇത് മുസ്തഫൽ ഫൈസി, ഇതും ഒരു ഫൈസിയാ, പലിശക്കാരൻ ഫൈസി എന്ന് പറയും. മുസ്തഫൽ ഫൈസി എഴുതിയ മൊഹീദ്ദീൻ മാല, ഈ മൊഹീദ്ദീൻ മാല എഴുതിയ പണം അദ്ദേഹത്തിന് ഖുർആൻ വ്യാഖ്യാനം എഴുതണമെന്ന് തോന്നി. ആലോചിക്കണേ, 9-ാം നൂറ്റാണ്ടിൽ നബി വഫാത്തായിട്ട് 9-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു കൃതി പരിഭാഷപ്പെടുത്തിയപ്പോഴാണ് അള്ളാന്റെ ഗ്രന്ഥം പരിഭാഷപ്പെടുത്തിയാൻ തോന്നിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ സുഹൃത്തുക്കളെ. ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? ഇതിന്റെ 416-ാമത്തെ പേജ് ഏറ്റവും നല്ലത് എന്നൊരു അധ്യായം ഉണ്ട്. എന്താണ് ഏറ്റവും നല്ലത് എന്നൊരു അധ്യായം? ഇതാ, ഞാൻ വെറുതെ പറയല്ല, ഇത് നോക്കുകയാണ്. ഏറ്റവും നല്ലത് എന്നൊരു അധ്യായം. ഈ അധ്യായം എന്തിനാ എഴുതിയത് മുസ്തഫൽ ഫൈസി? അതെന്തിനാ നിങ്ങൾ കേട്ടോ? എന്താണ് ഇവർ ചെയ്യുന്നത്? എന്തിനാ അവരിങ്ങനെ ചെയ്യുന്നത്? ദുനിയാവിൽ ജീവിക്കാനാണ്. നിങ്ങൾ ഉസ്താദുമാരെ പോലെ സന്തോഷമായി ജീവിക്കുന്ന ആരുണ്ട് ഈ ദുനിയാവിൽ? ഒരു അധ്വാനവും ഇല്ല. ജനങ്ങളെ പറ്റിക്കുക, പൈസ വാങ്ങാൻ, തിന്നുക, കോടികളുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, അറമാദിക്കുക. വല്ലാഹി ഇതല്ലാതെ എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ വായിച്ച് കേൾപ്പിച്ച കേട്ടോളൂ നിങ്ങൾ. 416-ാമത്തെ പേജ് ഈ പുസ്തകത്തിലെ 416. പിന്നെ മറ്റൊരു കാര്യം, മഹാത്മാക്കളെ മാറ്റി നിർത്തി അടിവരട്ടോ. സമസ്ത എന്താ നിങ്ങൾ അടിവരട്ടോ? മഹാന്മാരെ മാറ്റി നിർത്തി അള്ളാഹുവിനോട് നേരിട്ട് സഹായം ചോദിക്കലാണ് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഖുർആൻ കണ്ണുകൊണ്ട് കണ്ടിട്ടേ ഇല്ല, പിന്നെ എങ്ങനെ പരിഭാഷപ്പെടുത്തി അറിഞ്ഞുകൂടാ? ഞാൻ പറയണല്ലേ, ചെറിയ മക്കളില്ലേ 2-ാം ക്ലാസ് പഠിക്കണേ, ആ കുട്ടി ഇത് പറയോ? എന്താ വാചകം ഒന്നുകൂടെ കേട്ടെ. പിന്നെ മറ്റൊരു കാര്യം, മഹാത്മാക്കളെ മാറ്റി നിർത്തി അള്ളാഹുവിനോട് നേരിട്ട്, ഉദാഹരണം നിയന്ത്രിച്ച്, നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, ഒരു തെളിവില്ലാത്ത പണി ചെയ്ത ആളാണ് ഇബ്രാഹിം നബി. എന്തൊരു കഷ്ടാണല്ലേ. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അത് നേരിട്ടാണോ ഇടയാളനെയാണോ? 37-ാം അധ്യായം 100-ാമത്തെ വചനം എന്താണ്? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ സാലിഹായ കുട്ടിനെ തരണേ. ആരുടെ ദുആ ആണ്? ഇബ്രാഹിം നബിയുടെ. ആരോടാണ്? റബ്ബിനോടാണ്. ഇടയാളനുണ്ടോ? ഇടക്കൊരാളുണ്ടോ? നാളെ ബർക്കത്തോണ്ട് കുട്ടീനെ തരണേ. അല്ലെ മൊയ്തീൻ ഷെയ്ഖ്, നിങ്ങളൊന്ന് അള്ളഹാനോട് പറഞ്ഞ് കുട്ടീനെ തരണേ. ഇങ്ങനെ ഉണ്ടോ? നേരിട്ട് ഇബ്രാഹിം നബി തേടി. എന്റെ ചോദ്യതാണ്, തെളിവില്ലാത്തൊരു കാര്യം ഇബ്രാഹിം നബി ചെയ്തു എന്നാണോ? സക്കരിയ നബി പറയാണ്, വലം മകും ബിദുആഇക റബ്ബി ശഖിയ, നാദാ നിന്നോട് ദുആ ചെയ്യുന്നതിൽ ഞാൻ നിരാശനല്ല, എനിക്ക് കുട്ടികളെ കൊണ്ട് റബ്ബേ, എനിക്ക് കുട്ടികളെ കൊണ്ട്. 3-ാം അധ്യായം 38, 39, 19-ാം അധ്യായം 1, 2, 3, 4. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താ പറയുന്നത്? എന്നിട്ട് മറിച്ച് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് അതാട്ടോ അള്ളാനോട് നേരിട്ട് തേടുക എന്നുള്ളതിന് തെളിവില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, വിശുദ്ധ ഖുർആനിൽ അത് മാത്രല്ലേ ഉള്ളത്? നേരിട്ട് തേടിയ ഉത്തരം കിട്ടുന്നു മാത്രല്ലേ ഖുർആനിലുള്ളത്? മാത്രമല്ല അള്ളാഹ് എന്താ പറഞ്ഞത്? സൂറത്ത് ബഖറ 186, എന്നോട് തേടിക്കോളൂ ഞാൻ ഉത്തരം ചെയ്യും. ശരിക്കും അള്ളാഹ് അവിടെ പറഞ്ഞ പോലെ എന്നോട് നേരിട്ട് തേടിയ ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഞാൻ ചില മഹാന്മാരെ അത് അള്ളാഹ് അങ്ങ് പറഞ്ഞ പോരെ. 6000 ചില്ലാണ്. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ അറിയോ? നമ്മളിങ്ങനെ നടക്കുക എന്ന് വിചാരിക്കുന്നത്, ഭൂമിയിലൂടെ നടക്കുക. 5 ഖുർആന്റെ വചനമുള്ളത്. ഭൂമിയിലൂടെ എങ്ങനെയാ നടക്കേണ്ടതെന്ന് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. 5 ഖുർആന്റെ വചനാണ് ഭൂമിയിലൂടെ എങ്ങനെയാ നടക്കേണ്ടത്. എങ്കിൽ സുഹൃത്തുക്കളെ, തൗഹീദ് ക്ലിയർ ആക്കുന്നിടത്ത് റബ്ബിനങ്ങ് പറഞ്ഞാൽ പോരെ. എന്നോട് നേരിട്ട് തേടിയ ഉത്തരം കിട്ടും നിങ്ങൾ വിചാരിക്കണ്ടോ? എന്നോട് നേരിട്ട് തേടുക എന്നുള്ള ഇബിലീസിന്റെ വാദ. ഇബിലീസ് ഇങ്ങനെ വാദിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞാൽ പോരെ. ഇതൊക്കെ ഉസ്താദുമാര് പറയുന്ന തൊള്ളത്താളല്ലാതെ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ചിന്തിക്കാനാ പറയണേ, ചിന്തിക്കാൻ വേണ്ടി മാത്ര പറയണേ. നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ ദുഃഖം. കഷ്ടമാണ്, ബേജാറാണ്. നിങ്ങൾ നോക്ക്, മറിച്ച് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോടാണ് ചോദിക്കൽ എന്ന വസ്തുത ഖുർആനോ ഹദീസോ തള്ളിയിട്ടില്ല. എങ്ങനെ? ഖുർആനിലും സുന്നത്തിലും നേരിട്ട് തേടിയ ഉത്തരം കിട്ടുന്ന തെളിവില്ല എന്ന് പറയാം. എന്നിട്ട് പറയുന്നത് മഹാന്മാർ മുഖാന്തരം തേടിയ ഉത്തരം കിട്ടും എന്നത് ഖുർആൻ തള്ളിയിട്ടില്ല, ഹദീസ് തള്ളിയിട്ടില്ല. ശരി, മുസ്തഫൽ ഫൈസിനോട് ഞങ്ങൾ ചോദിക്കണേ, ഒരു തെളിവ് പറ. ഒരു മഹാനെ മുൻനിർത്തി കുട്ടികളെ കിട്ടണേന്ന് ഒരു നബി തേടി ഒരു തെളിവ് പറഞ്ഞാൽ തീർന്നില്ലേ? ഞങ്ങളെ വാദം പൊളിഞ്ഞില്ലേ? ഞങ്ങൾ അതിനാ വെല്ലുവിളിക്കണേ. കേരള യാത്ര നടത്തിയ ഉസ്താദിനെ അടക്കം ഞങ്ങൾ വെല്ലുവിളിക്കണ എന്തിനാണ്? ഒരൊറ്റ തെളിവ്, റബ്ബേ എനിക്ക് കുട്ടികളെ തരണേ എന്നുള്ളതിന് പകരം ഇസ്മായിൽ നബിയെ എനിക്ക് കുട്ടികളെ തരണേ. ബസ് കഴിഞ്ഞ് ഞങ്ങൾ വിസം പിരിച്ചുവിടും. കഴിഞ്ഞ ഒറ്റ കാര്യങ്ങൾ തെളിയിച്ച് നിങ്ങൾ ഒരു കാര്യത്തിനാ വെല്ലുവിളിക്കണേ.
നിങ്ങളെ ഞങ്ങൾ 1,00,000 കാര്യത്തിന് വെല്ലുവിളിക്കുന്നു, ഒരെണ്ണത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. ഒരെണ്ണത്തിന് നിങ്ങൾ ചോദിച്ച ഞങ്ങളോട് ഒരൊറ്റ ചോദ്യം, ഒരു ഖുർആൻ നിങ്ങൾ എടുത്ത് ഉദ്ധരിച്ചാൽ മതി. രോഗം മാറ്റിത്തരണേ തങ്ങളെ എന്നൊരു ദുആ അള്ളാന്റെ ഖുർആൻ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? ഇത് കണ്ടെങ്കിൽ ഇത് പണ്ട് എൻ്റെ ശൈലിയാണെങ്കിൽ ഞാൻ പറയുന്ന വേറൊരു ശൈലിയാണ്. ഇത് കൈകൊണ്ടൊന്നും നേർക്ക് നേരെ തൊടരുത്. ഇതാ ഇങ്ങനെ തൊടുന്ന സാധനം അത്. ഞങ്ങളെ ചൊടിപ്പിക്കുന്നില്ല, പക്ഷേ ഞങ്ങളോട് ആത്മാർത്ഥത, നിങ്ങൾക്ക് ഖുർആനായിട്ട് എന്താ ബന്ധം? സമസ്തക്കാർക്ക് അള്ളാന്റെ ഗ്രന്ഥവുമായി എന്താണ് ബന്ധം? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. വല്ലാഹി എനിക്കറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ കാന്തപുരം ഉസ്താദിനെയും ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഇവിടെ വെച്ചാൽ ഞാൻ അവരോട് ചെറിയ ചോദ്യങ്ങൾ, ഞാൻ അവിടെ പോയിരിക്കും, ഒരു ഉത്തരം പറഞ്ഞാൽ മതി. വല്ലാഹി ഒരു കച്ചറയും ഞങ്ങൾ ഉണ്ടാക്കൂല. ഒരു രണ്ടാളാണല്ലോ പെങ്ങൾക്ക് ഏറ്റവും വലുത്. ഒരു 2 ആൾ ഇവിടെ വന്നിരുന്നാൽ മതി. ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഞാൻ അധികവും കാണുന്ന, ട്രെയിനിൽ വളരെ ഉഷാറാ, എന്നെ മാടി വിളിച്ച് സലാം പറയുന്ന ആളാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒന്നിച്ച് പോയപ്പോൾ എന്നോട് നിങ്ങൾ എങ്ങോട്ടാണ്? ഞാൻ കടലുണ്ടിൽ ഇറങ്ങും, വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നോളി നിന്നോട് ആ മനുഷ്യൻ പറഞ്ഞ അത്ര സാധു. കാന്തപുരം ഉസ്താദിനെ നിങ്ങൾ എടുത്തുകൊണ്ടുവന്നാൽ മതി, ഞാനും കൈ പിടിക്കാം. ഈ കോണി ഇങ്ങോട്ട് കയറാൻ ഒറ്റക്കാവൂല, വാർദ്ധക്യം കൊണ്ടാ, വേറൊന്നുമല്ല. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ചില ചോദ്യം ചോദിക്കും, ഉസ്താദ്മാരോട് ഒരു ഉത്തരം പറഞ്ഞാൽ മതി, ഇരുന്നിട്ട് ഉത്തരം പറഞ്ഞാൽ മതി, നമുക്ക് വായക്കട്ടേർക്ക് കേൾക്കാം. കാന്തപുരത്തിന് ഞങ്ങളോടും ചോദിക്കാം, എനിക്ക് ഉത്തരം അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്നോട് പറയും. അറിയുന്ന ആളുകളാണ് കൂട്ടത്തിലുള്ള ഒരു മറുപടിയും പറയും.